നമസ്കാരം. ഇസ്രയേലിന്റെ ശക്തമായ ചാരസംഘടനയാണ് മൊസാദ്. കൃത്യമായി ഓരോ നീക്കങ്ങൾ മൊസാദ് നടത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇറാനിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2026 എത്തി നിൽക്കുമ്പോൾ ഇറാൻ മണ്ണിൽ വർഷങ്ങളായി മൊസാദ് കെട്ടിപ്പടുത്ത രഹസ്യ ശൃംഖലകൾ അത് ഓരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിവരങ്ങൾ ചോരുന്നതും തന്ത്രപ്രധാന നീക്കങ്ങൾ പാതിവഴിയിൽ പരാജയപ്പെടുന്നതും ഇസ്രയേലിന്റെ സുരക്ഷാ ആത്മവിശ്വാസത്തെ സാരമായാണ് ബാധിക്കുന്നത്. ഇറാനിലെ ഭരണകൂടത്തിന്റെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് തന്നെ ഒരു തലവേദനയായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച അമേരിക്ക ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ ചാരശൃംഖലകളെ വേരോടെ പിഴുതെറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ സുരക്ഷാ സേന. ചാരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെന്നാരോപിച്ച് നിരവധി പേരെ പിടികൂടുകയും അവർക്ക് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തതോടെ മൊസാദിന്റെ പ്രാദേശിക ശൃംഖലകൾ ശിഥിലമായി. ഇറാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താൻ സജ്ജമായിരുന്ന അത്യാധുനിക ആയുധങ്ങളും IEDകളും ഇറാൻ പിടിച്ചെടുത്തു. കേവലം യുദ്ധകാല ജാഗ്രത എന്നതിലുപരി മൊസാദിന്റെ വേരുകൾ അറക്കുന്ന കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ട കുർദിഷ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മൊസാദ് ആസൂത്രണം ചെയ്ത കടന്നുകയറ്റ പദ്ധതിയാണ് ഇതിലേറ്റവും പ്രധാന പരാജയം. ഇറാഖ് അതിർത്തി വഴി ഇറാനിലേക്ക് സായുധ സംഘങ്ങളെ അയക്കാനായിരുന്നു പദ്ധതിയെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പേ വിവരം ചോർന്നു. അതിസാഹസികമെന്നും എന്നാൽ പാളിച്ചകൾ നിറഞ്ഞതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഈ ദൗത്യം ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ തകരുകയായിരുന്നു. കുർദിഷ് മേഖലകളിൽ ഇറാൻ നടത്തിയ നയതന്ത്ര നീക്കങ്ങളും സൈനിക വിന്യാസവും ഇസ്രയേലിന്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി. സൈബർ യുദ്ധമുഖത്തും ഇസ്രയേൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു കാലത്ത് ഡിജിറ്റൽ ചാരപ്രവർത്തനത്തിൽ മുൻപന്തിയിലായിരുന്ന മൊസാദിനെതിരെ ഇറാൻ അനുകൂല ഹാക്കിംഗ് ഗ്രൂപ്പായ ഹണ്ടാല വൻ ആക്രമണങ്ങളാണ് ഓരോ ദിവസവും അയച്ചുവിടുന്നത്. ഇസ്രയേലിന്റെ മുൻ ചാര തലവന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സ്വകാര്യ വിവരങ്ങൾ ഇവർ പരസ്യമാക്കി. സൈബർ ലോകത്തെ വേട്ടക്കാരനിപ്പോൾ ഇരയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത്. വിവര സാങ്കേതിക വിദ്യയിൽ ഇസ്രയേൽ പുലർത്തിയിരുന്ന മേധാവിത്വം ഇറാൻ മറികടക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. മൊസാദിന്റെ മുൻ തലവൻ താമിർ പർഡോയുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് ഇസ്രയേൽ സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ച സംഭവമായിരുന്നു. താമിർ പർഡോയെ കൂടാതെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്, നിലവിലെ ഭരണകൂടത്തിലെ പ്രമുഖർ തുടങ്ങിയ വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങളും ചോർത്തപ്പെട്ടു. അമേരിക്കൻ ഏജൻസികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് FBI ഡയറക്ടർ കശ്യപ് പട്ടേലിന്റെ ഇമെയിലുകൾ ഹാക്ക് ചെയ്തത് ഇറാൻ സൈബർ ശേഷി എത്രത്തോളം വളർന്നുവെന്ന് തെളിയിക്കുന്നതാണ്. ഇസ്രയേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ നിരന്തരമായ ഡിജിറ്റൽ നിരീക്ഷണത്തിന് കീഴിലാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാക്കി ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്ന ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ച് വാചാലരായിരുന്ന ഇസ്രയേൽ നേതൃത്വം ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഇറാനിലെ ജനത തങ്ങളുടെ സർക്കാരിന് പിന്നിൽ അണിനിരുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തന്ത്രപരമായ പരാജയമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.